ഫ്രണ്ട്സ്, ഇന്നെനിക്ക് വേഗം വിശന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഊണ് കാണിക്കട്ടെ വേഗം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് വിഭവങ്ങളാണ്. ചക്കപ്പുഴുക്കും പിന്നെ വെച്ചിരിക്കുന്നത് ഇഞ്ചിത്തൈര്. അപ്പോൾ ഇഞ്ചിത്തൈര് കിട്ടി ചൂടോട് ചോറിൽ ഇഞ്ചിത്തൈര് കഴിക്കുക എന്ത് ടേസ്റ്റ് അറിയോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണത് രണ്ടെന്നും കാണിക്കും. ഇങ്ങനെ ഒരു ചക്ക, ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഞാൻ മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല മൂത്ത് വളഞ്ഞിട്ടുണ്ട്, നല്ല പഴുക്കാറായിട്ടുമില്ല. അങ്ങനെ ഒരു ചക്കയാണ്, കണ്ടോളൂ. ഇതിപ്പോൾ പശയൊക്കെ ആയതുകൊണ്ട് കടലാസ് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ഞാൻ ഇതിനെയാണ് പകുതി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു ചക്കടെ മുറിച്ചു കുരുവും ചോളയായിട്ട് കണ്ടു. ഇത് വളരെ പാകമാണ്. ഇനി ഇതിനെ ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാൻ പോവാണ്. 2 പ്രാവശ്യം കഴുകി ഇതാ കുക്കറിലേക്ക് ഇടുക. ഇങ്ങനെ കുക്കറിലിട്ട ശേഷം ഇപ്പം ഞാനിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒരു 3/4 കപ്പ്, ഒരുപാട് വെള്ളമാവാൻ പാടില്ല. എന്നിട്ട് ഞാനിതിനെ ഒരു കുക്കറിൽ ഒരു വിസിൽ വേവിക്കണം. ഇപ്പം എൻ്റെ ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ട് ചക്കയൊക്കെ നന്നായി ഒന്നു കുരുവും ചക്കയും കൂടിയിട്ട് ഇനി ഞാനിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് അതിൽ ഇനി എന്തൊക്കെ ചേർക്കാൻ പോകണമെന്ന് കാണിക്കാം. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഇതിനെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകാം. ഇനി അരയ്ക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഇത് ഒരു 2 കപ്പ് തേങ്ങയുണ്ട്, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു നുള്ളി ജീരകം, ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്ര, ഒരു 6 അല്ലി വെളുത്തുള്ളി, 6-7 ഉണ്ട് ചെറുതായതുകൊണ്ട്, ഒരു 4 പച്ചമുളക്. ചുവന്ന മുളക് ഇട്ടുകൊണ്ട് ഞാൻ പച്ചമുളക് 4 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ചതയ്ക്കുക. അരയാൻ പാടുകയില്ല കേട്ടോ. കൂടി അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് ഇങ്ങനെ പൾസ് ചെയ്യുക, കണ്ടോ, ചതച്ചിട്ടേ, ഒരുപാട് അങ്ങനെ അരയരുത്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടോ. ഇനിയിപ്പോൾ ഞാനിതിനെ ഇതിലേക്ക് കൂട്ടട്ടെ. ഇപ്പം ഇതിലേക്ക് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി ചതച്ചത്. എന്നിട്ട് ഇനി അതിനെ ഒന്ന് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇതിപ്പോൾ ഞാൻ അടച്ച് വെച്ചതിനെ ഒന്ന് തുറന്നു, നന്നായിട്ടൊന്ന് തിളച്ചു. ഇനി ഇത് ഒരുപാട് ഞാൻ അങ്ങനെ വെള്ളമാക്കിയിട്ടൊന്നുമില്ല. അരയ്ക്കുമ്പോൾ ഞാൻ പറയാൻ മറന്നു, അത് ചതയ്ക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചതയ്ക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായി കൊഴുത്ത് നല്ല പാകമായിട്ട് വരും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും തൂവണം. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒരു നല്ലോണം ഒരു ടീസ്പൂൺ കേട്ടോ, ഒരുപാട് വേണ്ട, ഒരു 1.5 ടീസ്പൂൺ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ നന്നായി കശക്കിയിട്ട് അതും കൂടി ഇടുകയാണ്. എന്നിട്ട് ഇത് അപ്പം തന്നെ അങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇപ്പം എൻ്റെ ചക്കപ്പുഴുക്ക് റെഡിയായി. ഇതിനാകെ ഇഞ്ചിത്തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഈ ഇഞ്ചിത്തൈരില്ലേ, അത് ഒന്നും കടുകൊന്നും പറക്കില്ല. ഞാൻ എങ്ങനെ ചെയ്യണം കണ്ടോളൂ. ഇതിലേക്ക് ഇപ്പോൾ ഒരു വലിയ പച്ചമുളകാണ്, ഞാൻ അതിനെ പൊട്ടിച്ചു, ഇത്രയേ ഉള്ളൂ. ഒരു കഷ്ണം ഇഞ്ചി, ഇതൊരു മീഡിയം സൈസ് ഇതാ ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ. പച്ചമുളക് ഇത്ര നീളമുള്ളൊരു പച്ചമുളകാണ്, ഞാൻ കട്ട് ചെയ്യണതിന് പോയി കാണിക്കാൻ മറന്നു. ഈ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അത്. പിന്നെ ഒരു 3 ടീസ്പൂൺ തേങ്ങ, 1, 2, 3, ഒരു 3 ടീസ്പൂൺ തേങ്ങ. ഇത് ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ട് ഇതിൽ തൈര്. കുറച്ച് പുളിയുള്ള തൈരാണ് വേണ്ടത്. ഇതും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ. അരച്ചിട്ട് ഞാൻ വരാം. ഇതിപ്പോൾ എൻ്റെ അരച്ചത് റെഡിയായി കണ്ടോ. ഇങ്ങനെ ഒരു കൊഴുപ്പിലാണ് തൈര്, പച്ചമുളക്, ഇഞ്ചി, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ്. ഇത് ഇങ്ങനെ അരച്ചിട്ട് നമ്മളിത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് അറിയോ. ഞാൻ എന്താ പറയണ വെച്ചാൽ, ഈ ഇഞ്ചി തൈര് ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ പാലക്കാട് സൈഡിലൊക്കെ ഈ കടുകൊക്കെ വറുത്തിടും. എന്നിട്ട് നമ്മൾ ഈ ശ്രാദ്ധ ദിനം, പിന്നെ ഈ മരിച്ചിട്ട് ഈ 16th 15th ഡേ, അതിനൊക്കെ പാലക്കാടുകാർ ഇഞ്ചി തൈര് ഉണ്ടാക്കും. ശ്രാദ്ധത്തിന് ഉണ്ടാക്കുന്നത് വളരെ
പ്രധാനമാണ്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത് അവർ ഇതൊരു സൈഡ് ഡിഷായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അവർ കടുക് വറുത്തിടില്ല. അടിപൊളി ടേസ്റ്റാണ് അവരുണ്ടാക്കുന്നതിന്. എനിക്ക് കടുക് വറുത്തിടുന്നതിനേക്കാട്ടിലും കടുക് വറുത്തിടാതെയാണ് ഇത് ഇഷ്ടമായത് കേട്ടോ. ഇത് നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തു. ഇത് കൂട്ടിയിട്ട് ചൂടോട് ചോറുണ്ണാനും വളരെ നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ദേഹത്തിന് നല്ലതാണ്. ഇഞ്ചി, പച്ചമുളക്, തൈര് കേട്ടോ. ഇത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് വെൽക്കം ടു മൈ റെസിപ്പീസ് ആൻഡ് ഓൾസോ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരിക. കൂടുതലായിട്ട് ബോറടിപ്പിക്കാതെ പോണു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധ മേനോൻ.